എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജനം ടി വിയുടെ ജീവനം പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ചേരുന്നത് പാലക്കാട് തങ്കം ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റ് ഡോക്ടർ ഷൺമുഖരാജാണ്. കിഡ്നി സംബന്ധമായ രോഗങ്ങളെക്കുറിച്ച് അദ്ദേഹം നമ്മോട് വിശദമായി സംസാരിക്കും. ഡോക്ടർ, കിഡ്നി സംബന്ധമായ എന്തൊക്കെ രോഗങ്ങളാണുള്ളത്? അതിന് പ്രമേഹവുമായി എത്രത്തോളം ബന്ധമുണ്ട്? ഇന്ത്യയിൽ കാണുന്ന കിഡ്നി രോഗത്തിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് ഡയബറ്റിസ്, പ്രമേഹം റിലേറ്റഡ് ആയിട്ടുള്ള റീനൽ ഡിസീസാണ്. അതല്ലാതെ തന്നെ പിന്നെ ബ്ലഡ് പ്രഷർ കാരണം, പിന്നെ ജനറ്റിക് കാരണം, ഒരു സിസ്റ്റിക് ഡിസീസ് തന്നെ ADPKD, പിന്നെ ഡ്രഗ് റിലേറ്റഡ് ആയിട്ട് പെയിൻ കില്ലേഴ്സ് കുറേ കഴിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ടോക്സിൻ എക്സ്പോഷർ, പെസ്റ്റിസൈഡ്സ്, എസ്പെഷ്യലി അഗ്രികൾച്ചറൽ കമ്മ്യൂണിറ്റീസിൽ. അതല്ലാതെ കുറേ അൺനോൺ കോസസും ഉണ്ടാവാറുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ ഇന്ത്യയിൽ കാണുന്ന റീനൽ ഡിസീസസിന്റെ കാരണം ഡയബറ്റിസ് തന്നെയാണ്. ഒരു പ്രതിരോധം എന്ന നിലയിൽ എത്ര സമയത്തിനിടയിലാണ് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തേണ്ടതായിട്ടുള്ളത്? ഇപ്പോൾ ഒരാൾ ഡയബറ്റിസ് ഉള്ള ഒരു പേഷ്യൻ്റ് ആണെങ്കിൽ എല്ലാ കൊല്ലവും റീനൽ കംപ്ലീറ്റ് ഒരു ഇവാലുവേഷൻ ചെയ്തിട്ടുണ്ടാവണം. അതിൻ്റെ ഒപ്പം തന്നെ ഡയബറ്റിസ് കിഡ്നീനെ കേടാക്കുന്ന പോലെ വേറെയും ചില ഓർഗൻസിനെയൊക്കെ കേടാക്കും. ഫോർ എക്സാമ്പിൾ, കണ്ണിലെ റെറ്റിനൽസ് ബ്ലഡ് വെസൽസിനെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് കാഴ്ചയെ ബാധിക്കാം, പ്ലസ് ഹാർട്ടിനെ ബാധിക്കാം, പിന്നെ ചെറിയ നെർവ്സിനെയൊക്കെ ബാധിക്കാം. അതിന് നമ്മൾ ന്യൂറോപ്പതി എന്നാണ് പറയുക. ഇപ്പോൾ ഈ കംപ്ലീറ്റ് ചെക്കപ്പ് നമ്മൾ എല്ലാ ടാർഗറ്റ് ഓർഗൻ ഡാമേജും നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ഡീറ്റെയിൽ ആയിട്ട് ചെയ്തിട്ടുണ്ടാവണം. ഡയബറ്റിസ് അല്ലാത്ത പേഷ്യൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യൻറ്റ് സഡനായിട്ട് നമ്മൾ ഹൈപ്പർടെൻസീവായിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ സമയത്ത് നമ്മൾ കംപ്ലീറ്റ് ഇവാലുവേഷൻ ചെയ്തിട്ടുണ്ടാവും. ബിക്കോസ് സെക്കൻഡറി ആയിട്ട് ഒരു റീനൽ ഡിസീസിന് സെക്കൻഡറി ആയിട്ടുള്ള ഹൈപ്പർ ടെൻഷൻ അല്ലാന്ന് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ ഇപ്പോൾ ഉറപ്പ് വരുത്തിയില്ലെങ്കിൽ പിന്നെ കുറച്ചും കൂടി കൂടുതൽ അഡ്വാൻസ്ഡ് ഡിസീസ് ആകുമ്പോൾ നമ്മുടെ ട്രീറ്റ്മെന്റ് കാരണം വലിയ അഡ്വാൻറ്റേജസ് ഒന്നും പേഷ്യന് കിട്ടില്ല. അപ്പോൾ എത്രയും നേരത്തെ നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നോ അതുപോലെ ട്രീറ്റ്മെന്റ് അത്രയ്ക്കും സക്സസ്ഫുൾ ആയിരിക്കും. ഒരാളുടെ ജീവിതശൈലി, ഭക്ഷണക്രമം, ഇതെല്ലാം എങ്ങനെയാണ് കിഡ്നി രോഗങ്ങളെ ബാധിക്കുന്നത്? അല്ലെങ്കിൽ കിഡ്നിയുടെ ആരോഗ്യത്തിന് ഇതൊക്കെ എത്രത്തോളം പ്രാധാന്യമുള്ള കാര്യമാണ്? ഇപ്പോൾ ഭക്ഷണത്തിൽ നമ്മൾ സ്മോക്കിംഗ്, ആൽക്കഹോൾ, പിന്നെ ഭയങ്കര സ്ട്രെസ്ഫുൾ ലൈഫ്, ഇതൊക്കെ ഒരു കിഡ്നി ഭയങ്കര സ്ട്രെസ് വരുത്തുന്ന സംഭവങ്ങളാണ്. ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. അല്ലാതെ ഒരു കിഡ്നി പേഷ്യൻ്റ് ആണെങ്കിൽ അതിൽ ഡയറ്റും ലൈഫ് സ്റ്റൈലും വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. സോൾട്ട് ഇൻടേക്ക് നമ്മൾ കുറയ്ക്കണം. വളരെ ഫാറ്റി ആയിട്ടുള്ള ഫുഡ്സ് നമ്മൾ കൺസ്യൂം ചെയ്യാൻ പാടില്ല. പ്രോട്ടീൻ ഇൻടേക്ക് നമുക്ക് ഒരു കിഡ്നിയിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. അതുപോലെ ഫ്ലൂയിഡ് ഇൻടേക്ക്, നമ്മൾ ഒരു റീനൽ ഡിസീസ് ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ റെസ്ട്രിക്ഷൻ ആവശ്യം വരും. ഒരു ദിവസം ഇത്ര വെള്ളമേ അല്ലെങ്കിൽ ഇത്ര ഫ്ലൂയിഡ്സേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ വരാം. അല്ലാതെ നോൺ റീനൽ ഡിസീസ്, ഒരു കിഡ്നി ഡിസീസ് ഇല്ലാത്ത പേഷ്യന്റിന് ഒരു കിഡ്നി ഡിസീസ് വരാതിരിക്കാൻ നമ്മൾ നല്ല ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഫേസ്റ്റ്ലി സ്മോക്കിംഗ് നമ്മൾ അവോയ്ഡ് ചെയ്യാൻ നോക്കണം. വെള്ളം കുടിക്കുന്നതിൻ്റെ എമൗണ്ട് അറ്റ്ലീസ്റ്റ് ഒരു 8 ഗ്ലാസ് പെർ ഡേ എങ്കിലും നമ്മൾ, അത് കൂടിയാലും കുഴപ്പമില്ല, എന്നാൽ അപ്രോക്സിമേറ്റ്ലി ഇത്രയും വെള്ളം നമ്മൾ കൺസ്യൂം ചെയ്തിട്ടുണ്ടാവണം. പിന്നെ മെഡിസിൻസ് ഒന്നും നമ്മൾ ഓവർ ദ കൗണ്ടർ വാങ്ങിച്ചോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ് കൺസ്യൂം ചെയ്യാൻ പാടില്ല. ഒരു ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്താൽ മാത്രമേ കൺസ്യൂം ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പെയിൻ കില്ലേഴ്സ് ആണ്. നമ്മൾ പെയിൻ കില്ലേഴ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓവർ എ പീരിയഡ് ഓഫ് ടൈം അത് ചിലപ്പോൾ പെർമനൻ്റ് ആയിട്ട് അത് കിഡ്നീനെ ഡാമേജ് ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. അതുപോലെ നമ്മൾ റെഗുലർ ഹെൽത്ത് ചെക്കപ്സ് ചെയ്തുകൊണ്ടിരിക്കണം. ബിക്കോസ് എന്തെങ്കിലും റീനൽ ഡിസീസ്, എന്തെങ്കിലും റീനൽ ഇൽനെസ് ഉണ്ടെങ്കിൽ നമ്മൾ എത്ര നേരത്തെ കണ്ടുപിടിക്കുന്നോ അത്ര നേരത്തെ നമുക്ക് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ അത് കണ്ടുപിടിക്കണം. അതുപോലെ ഹൈപ്പർ ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കണം. ബിക്കോസ് ഇവരുടെ ട്രീറ്റ്മെന്റ് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈപ്പർ ടെൻഷനും ഡയബറ്റീസും നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഡിറ്റക്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡിറ്റക്ട് ചെയ്യുന്ന സമയം ഓൾറെഡി കിഡ്നി അഫക്റ്റ് ആയിട്ടുണ്ടാവും. ആ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്കത് റിവേഴ്സ് ചെയ്യാൻ പറ്റില്ല. എത്രയും നേരത്തെ നമ്മളൊരു ഡിസീസിനെ ഡിറ്റക്ട് ചെയ്യുന്നു അത്രയ്ക്കും നമുക്ക് ട്രീറ്റ്മെന്റ് സക്സസ്ഫുൾ ആവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഈ രോഗം എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ഈ പാരസെറ്റമോളോ അല്ലെങ്കിൽ ഈ ഷുഗറിന്റെ മരുന്നൊക്കെ കഴിക്കുന്നത് മൂലം അങ്ങനെ ചില ആളുകളിൽ അങ്ങനത്തെ ധാരണയുണ്ട്. അത്തരത്തിൽ ഇപ്പം നമ്മൾ പെയിൻ കില്ലേഴ്സ് എന്ന് പറയുന്നത് NSAIDs എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ഡ്രഗ്സ് ആണ്. അതിലിപ്പോൾ കോമൺ ആയിട്ടുള്ളത് ഇബുപ്രോഫൻ, വോറാൻ, അസിക്ലോഫെനാക്, പൈറോക്സിക്കാം, ഈ ഡ്രഗ്സ് ആണ് യൂഷ്വലി നമ്മൾ NSAIDs എന്ന് പറയുന്നത്. ഈ ഡ്രഗ്സ് ആണ് നമ്മൾ കുറേ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നിയിൽ ഡാമേജ് ഉണ്ടാക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള. പാരസെറ്റമോൾ ഒരു നെഫ്രോടോക്സിക് ആയിട്ടുള്ള ഡ്രഗ് അല്ല, അത് വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗാണ്.
പ്രൊവൈഡഡ് അത് നമ്മൾ പറഞ്ഞ ആ ഡോസസിന്റെ ഉള്ളിലായിരിക്കണം. ഓവർ ഡോസേജ് അല്ലെങ്കിൽ അത് വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗാണ്. ഡയബറ്റിസ് നമ്മൾ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് എന്തായാലും കിഡ്നി ഡാമേജ് ഉള്ള. ആക്ച്വലി നമ്മൾ ഡയബറ്റിസ് എത്രയും നല്ല കൺട്രോൾ ചെയ്യുന്നോ അത്രയ്ക്കും നമുക്ക് റീനൽ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടാവും. ഒരു കിഡ്നി രോഗം ബാധിച്ച ആള് അത് കൂടുതൽ ഗുരുതരമാവാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഒരു കിഡ്നി പേഷ്യന്റ് ഫേസ്റ്റ്ലി നമുക്ക് ലൈഫ് സ്റ്റൈൽ തന്നെ വളരെയധികം ചേഞ്ച് ചെയ്യേണ്ടി വരും. ഒരു സ്ട്രെസ് ഉള്ള ലൈഫ് സ്റ്റൈൽ ഒട്ടും യോജിച്ച് പോവില്ല ഒരു കിഡ്നി ഡിസീസിന്റെ ഒപ്പം. അപ്പം അതുപോലെ തന്നെ സോൾട്ട് ഇൻടേക്ക്, ഡയറ്റിലാണെങ്കിൽ സോൾട്ട് ഇൻടേക്ക് നമുക്ക് കുറയ്ക്കണം, മിനിമൈസ് ചെയ്യേണ്ടി വരും. വെള്ളം കുടിക്കുന്നത് പർട്ടിക്കുലർ ഇൻഡിവിജ്വലൈസ് ചെയ്യേണ്ടി വരും. ഇപ്പം നീരുണ്ട്, വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള റീനൽ ഡിസീസ് ആണെങ്കിൽ വളരെയധികം നമുക്ക് കൺട്രോൾ ചെയ്യേണ്ടി വരും ഫ്ലൂയിഡ് ഇൻടേക്ക്. അപ്പം ഏർലി റീനൽ ഡിസീസ് ആണ്, നീരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഫ്ലൂയിഡ് ഇൻടേക്ക് കുറച്ചും കൂടി ലിബറൽ ആവാം. പിന്നെ പ്രോട്ടീൻ ഇൻടേക്ക്, ഒരു ദിവസം കൺസ്യൂം ചെയ്യുന്ന പ്രോട്ടീൻ നമുക്ക് നന്നായിട്ട് കൺട്രോൾ ചെയ്യേണ്ടി വരും. എക്സസ് പ്രോട്ടീൻ ആയി കഴിഞ്ഞാൽ അത് കിഡ്നി ഡാമേജ് കൂട്ടാനുള്ള ഒരു സാധ്യതയാണ്. അതുപോലെ തന്നെ എക്സസീവ്ലി റെസ്ട്രിക്ട് ചെയ്ത് എക്സസീവ്ലി ലോ പ്രോട്ടീൻ ആണെങ്കിലും അത് മോശമാണ്. അല്ലെങ്കിൽ അത് കാരണം വെയിറ്റ് ലോസും മസിൽ ലോസും ഉണ്ടാവും. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഉള്ള പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണം. അതിന് നെഫ്രോളജിസ്റ്റും ഡയറ്റീഷ്യനിന്റെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. അതല്ലാതെ തന്നെ പിന്നെ എക്സസൈസ്, ഒരു ദിവസം അറ്റ്ലീസ്റ്റ് ഒരു ഹാഫ് ആൻ അവർ ടു 45 മിനിറ്റ്സ്, ഒരു 5 ടൈംസ് എ വീക്ക് എങ്കിലും ഒരു വാക്ക്, അതുപോലെ ഒരു ലൈറ്റ് ആക്ടിവിറ്റിയൊക്കെ ചെയ്യുന്നത് അഡ്വാൻറ്റേജസ് ആയിരിക്കും. പിന്നെ നമുക്ക് ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഡയബറ്റീസിന്റെ കൺട്രോൾ അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വേറെ എല്ലാ മരുന്നുകളും എല്ലാ ട്രീറ്റ്മെന്റും ചെയ്തു, എന്നാൽ ഡയബറ്റീസിന്റെ കൺട്രോൾ മോശമാണ്. അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് കിഡ്നി ഡിസീസ് കൂടുതൽ പ്രോഗ്രസ് ചെയ്യാനുള്ള സാധ്യതയാണ്. അതുപോലെ തന്നെ ബ്ലഡ് പ്രഷറും വളരെ നല്ല കൺട്രോൾഡ് ആയിരിക്കണം. അതിനൊക്കെ ടാർഗറ്റ് ഉണ്ട്. അപ്പോൾ പർട്ടിക്കുലർ പേഷ്യന്റ് നമ്മൾ ആ ടാർഗറ്റ് ബ്ലഡ് പ്രഷർ എത്തിക്കണം. ഇല്ലെങ്കിൽ ആ ടാർഗറ്റിന്റെ പുറത്താണെങ്കിൽ റീനൽ ഇൻവോൾവ്മെന്റ് കൂടാനുള്ള സാധ്യതയാണ് ഉള്ളത്. പിന്നെ അതല്ലാതെ പിന്നെ വേറെ കുറേ ഡിസീസ്, റീനൽ ഡിസീസ് ഉണ്ട്. റെക്കറന്റ് യൂറിനറി ഇൻഫെക്ഷൻസ് വരുന്നുണ്ട്, അതുകൊണ്ട് പെർമനന്റ് ഡാമേജ് വരാം. അങ്ങനെയുള്ള പേഷ്യന്റ് നമ്മൾ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് ട്രീറ്റ് ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ഉണ്ട് ഇൻഫെക്ഷൻ വരാൻ, ആ ഫാക്ടേഴ്സൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ നോക്കണം. ഒരു പ്രമേഹ രോഗിയായ വ്യക്തിക്ക് ക്രോണിക് കിഡ്നി രോഗം കൂടെ ബാധിച്ചു കഴിഞ്ഞാൽ ഇതിനെങ്ങനെയാണ് അവർ മാനേജ് ചെയ്ത് കൊണ്ടുപോവേണ്ടത്? ഇപ്പം ഡയബറ്റിസ്, നമ്മൾ എല്ലാ കിഡ്നി ഡിസീസുള്ള പേഷ്യന്റ് ഇന്ത്യയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഓൾമോസ്റ്റ് ഒരു 50% ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ടുള്ള കിഡ്നി ഡിസീസസ് ആയിരിക്കും. അപ്പോൾ ഇതിൽ എഗെയിൻ നമ്മൾ ഫസ്റ്റ് തിങ് നമ്മൾ ഡിറ്റക്ട് ചെയ്യണം. ഡയബറ്റിസ് ഉള്ള റിലേറ്റഡ് ആയിട്ട് റീനൽ ഡിസീസിൽ ആദ്യമായിട്ട് വരുന്നത് യൂറിനിൽ പ്രോട്ടീൻ ആയിരിക്കും. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ യൂറിനിന് ടെസ്റ്റ് ചെയ്യണം. പ്രോട്ടീൻ യൂറി ഉണ്ടെങ്കിൽ ഫർദർ നമ്മൾ ടെസ്റ്റ് ചെയ്യണം എന്തെങ്കിലും കിഡ്നിയിൽ ഡിസീസ് ഉണ്ടോ എന്നുള്ളത്. ഇപ്പം രണ്ടും നമുക്ക് റീനൽ ഡിസീസും ഡയബറ്റീസും ഉണ്ടെങ്കിൽ രണ്ടും നമുക്ക് ഒന്നിച്ച് സൈമിൾട്ടേനിയസ്ലി നമുക്ക് കൺട്രോൾ ചെയ്ത് പോകണം. അത് ഡയബറ്റീസിന്റെ കൺട്രോൾ റീനൽ ഡിസീസ് വന്നു കഴിഞ്ഞാൽ കുറച്ച് ഡിഫറൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ യൂഷ്വലി കഴിക്കുന്ന ടാബ്ലറ്റ്സ് ഒക്കെ ഒരു ചില മരുന്നുകളൊക്കെ നമുക്ക് ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് റീനൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള മരുന്നുകളായിരിക്കും യൂസ് ചെയ്യുന്നത്. ചിലപ്പോൾ നമുക്ക് ഇൻസുലിൻ്റെ യൂസ് കുറച്ച് നേരത്തെ തന്നെ വേണ്ടി വന്നേക്കാം. അതുപോലെ നമുക്ക് ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ് കിഡ്നിയുടെ ഡിസീസിന്റെ സ്റ്റേജിങ് എത്രയാണ്, എത്ര സിവിയർ ആണ്. അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഉള്ള അപ്രോപ്രിയേറ്റ് ട്രീറ്റ്മെന്റ് നമുക്ക് നടത്തേണ്ടി വരും. ഒരു കിഡ്നി രോഗിക്ക് എത്ര മാത്രം ജലം ആവശ്യമായിട്ട് വരും, അല്ലെങ്കിൽ അവർ എത്ര വെള്ളം കുടിക്കാൻ പറ്റും അവർക്ക്? നമുക്കൊരു ജനറലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ല ഇത് എത്ര റീനൽ ഡിസീസ് എത്ര പ്രോഗ്രസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഏർലി റീനൽ ഡിസീസ് ആണ്, പേഷ്യന്റ് നീരില്ല, യൂറിൻ ഔട്ട്പുട്ട് ഒക്കെ നോർമൽ ആണെങ്കിൽ പേഷ്യന്റ് നോർമലായിട്ടുള്ള ഫ്ലൂയിഡിന്റെ ഫോർ എക്സാമ്പിൾ 2-2.5 ലിറ്റർ ഒക്കെ ഫ്ലൂയിഡ്സ് ഒരു ദിവസം കൺസ്യൂം ചെയ്യാം. എന്നാൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡിസീസാണ്, ഒരു ഓൾമോസ്റ്റ് ഡയാലിസിന്റെ അടുത്താണുള്ള പേഷ്യന്റ് ആണ്, പ്ലസ് നീര് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് വളരെയധികം റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടി വരും. ഒരു ദിവസം ചിലപ്പോൾ 1 ലിറ്ററിന് കൂടുതൽ ഫ്ലൂയിഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാം കൂടി ചേർത്തിട്ടാണ് പറയുന്നത്. ടീ, കോഫി, പിന്നെ ഫുഡിൽ വരുന്ന ഫ്ലൂയിഡ് പ്ലസ് വെള്ളം എല്ലാം കൂടി ചേർത്തിട്ട് ചിലപ്പോൾ നമുക്ക് 1 ലിറ്ററിന് പോലും താഴെ നമുക്ക് എടുക്കേണ്ടി വരും. അത് നമ്മൾ പർട്ടിക്കുലർ പേഷ്യന്റ് നമ്മൾ ഇൻഡിവിജ്വലൈസ് ചെയ്തേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത്. കിഡ്നി രോഗം ബാധിച്ച ഒരു വ്യക്തിയുടെ ബ്ലഡ് പ്രഷർ നോർമലാക്കി നിർത്തേണ്ടതിന്റെ പ്രാധാന്യം എത്രത്തോളമാണ്? നമ്മൾക്ക് ബ്ലഡ് പ്രഷർ ഒരു റീനൽ ഡിസീസിന്റെ ഒപ്പം ഓൾമോസ്റ്റ് ഓൾവേസ് ഉണ്ടാവുന്നതാണ്. ഒരു പേഷ്യന്റ് റീനൽ ഡിസീസ് ഉണ്ടെങ്കിൽ ആ ഡിസീസ് കുറച്ചൊന്ന് പ്രോഗ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് 100% എല്ലാവർക്കും ഹൈപ്പർ ടെൻഷൻ അതിൻ്റെ ഒപ്പം വരുന്നത്. ഇതൊരു സെക്കൻഡറി ഹൈപ്പർ ടെൻഷനാണ്.
നമ്മൾ ഈ ഹൈപ്പർ ടെൻഷൻ നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. ബിക്കോസ് ഈ ഹൈപ്പർ ടെൻഷൻ നമ്മൾ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ റീനൽ ഡിസീസ് കുറച്ചും കൂടി സ്പീഡിലായിരിക്കും പ്രോഗ്രസ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് അതിന് ഓരോന്നിന് ടാർഗറ്റ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ സിസ്റ്റോളിക് 140 താഴെ ആയിരിക്കണം, അല്ലെങ്കിൽ ഡയബറ്റിക് ഡിസീസിനാണെങ്കിൽ കുറച്ചും കൂടി സ്ട്രിക്റ്റർ കൺട്രോൾ ഉണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെ പർട്ടിക്കുലർ ഒരു ഇതിന് ഇപ്പോൾ പറയുന്നില്ല. ബട്ട് ജനറലി നമുക്ക് നന്നായിട്ട് ബ്ലഡ് പ്രഷർ കൺട്രോൾ ചെയ്തേ പറ്റൂ, അല്ലെങ്കിൽ റീനൽ ഡിസീസ് കുറച്ചും കൂടി സ്പീഡിൽ പ്രോഗ്രസ് ചെയ്യാനാണ് സാധ്യത. പ്രമേഹമുള്ള ഒരു കിഡ്നി രോഗി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം, അതല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ഇവർ അവോയ്ഡ് ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇപ്പം ഫസ്റ്റ് നമുക്ക് ഡയബറ്റീസിന്റെ കൺട്രോളാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഷുഗർ കൺട്രോളിന് വേണ്ടിയിട്ട് ഡയറ്ററി റെസ്ട്രിക്ഷൻസ് കുറേ ഉണ്ട്. നമുക്ക് മധുരം കഴിക്കാൻ പാടില്ല, കാർബോഹൈഡ്രേറ്റ് നമുക്ക് നന്നായിട്ട് റെസ്ട്രിക്ട് ചെയ്യണം. അപ്പോൾ ഇതൊക്കെ ചെയ്യണം. പ്ലസ് നമുക്ക് മരുന്നിൻ്റെ ഒപ്പം, അതായത് ടാബ്ലറ്റ്സ് ആണെങ്കിൽ നമ്മൾ ഓറൽ ആൻറ്റി ഡയബറ്റിക് ഡ്രഗ്സ് അല്ലെങ്കിൽ ഇൻസുലിൻ, ഇതിൻ്റെ ഒപ്പം നമുക്ക് ഒപ്റ്റിമൈസ് ചെയ്യണം. നമുക്ക് ഒരു ടാർഗറ്റ് ഉണ്ട്, ഈ ഷുഗർ നമുക്ക് ഈ ടാർഗറ്റിൻ്റെ അകത്ത് തന്നെ വെക്കണം. നമ്മൾ HbA1c നോക്കുവാണെങ്കിൽ അത് ഒരു ലാസ്റ്റ് 3 monthsന്റെ ഒരു ആവറേജ് പറയുന്ന ഒരു വാല്യൂ ആണ് HbA1c. നമുക്കൊരു 7 താഴെ അല്ലെങ്കിൽ നമുക്കൊരു ടാർഗറ്റ് വെച്ചിട്ടുണ്ടാവും പർട്ടിക്കുലർ ആ പേഷ്യന്റിന്. ആ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്യാൻ നോക്കണം. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഡയബറ്റീസിന് വേറെ കാര്യങ്ങൾ, നമ്മൾ സോൾട്ട് ഇൻടേക്ക് കുറച്ചൊന്ന് റെസ്ട്രിക്ട് ചെയ്യേണ്ടി വരും. പിന്നെ റീനൽ ഡിസീസ് നേരത്തെ പറഞ്ഞ പോലെ പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ കുറച്ച് നമുക്ക് വേണ്ടി വരും. പ്ലസ് കിഡ്നിയുടെ ഡാമേജ് ചെയ്യുന്ന കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ സ്മോക്കർ ആണെങ്കിൽ സ്മോക്കിംഗ് എന്തായാലും നിർത്തേണ്ടി വരും. വളരെ നന്ദി ഡോക്ടർക്ക് കിഡ്നി രോഗം സംബന്ധിച്ച കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചേരുന്നു. താങ്ക് യു.